കാനഡ, യുക്രൈൻ, ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരൊക്കെ പലസ്തീനെ ചേർത്ത് പിടിക്കുമ്പോൾ ലോകം പുതിയൊരു രാഷ്ട്രീയ ചലനങ്ങൾക്ക് വേദിയാവുകയാണ്. ഇസ്രായേലിനെ കണ്ണും പൂട്ടി പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഇന്ന് പലസ്തീനെ ഒരു പരമാധികാര രാജ്യമായി അംഗീകരിക്കാൻ പോകുന്നത്. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും പോർച്ചുഗലും ഫ്രാൻസും ഒക്കെ. എന്തായാലും ഈ കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇതിലേക്ക് ഒത്തുചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ അംഗീകാരം? അതൊരു തെറ്റുതിരുത്തലാണോ? എന്താണ് ഈ മാറ്റം ലോകത്തോട് പറയുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ കൂടുതൽ പിന്തുണയോടെ രാജ്യങ്ങൾ എത്തുന്നു, എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരേ സമയം ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന ഒരു രാജ്യമായി പലസ്തീൻ മാറിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഈ പലസ്തീന്റെ പല രാജ്യങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പലസ്തീൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ UN നിരീക്ഷണ പദവിയുണ്ട്. എന്നാൽ വോട്ടവകാശമില്ല. പക്ഷേ അംഗീകാരമുള്ള അതിർത്തികൾ പലസ്തീനെ സംബന്ധിച്ചില്ല. പലസ്തീന് ഒരു തലസ്ഥാനമില്ല, സൈന്യമില്ല. പലസ്തീനെ സംബന്ധിച്ച് വെസ്റ്റ് ബാങ്കും ഗസയും മാത്രമാണ് പലസ്തീന്റെ ഇപ്പോഴുള്ള ഭാഗങ്ങൾ. ഈ സാഹചര്യത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കൽ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. അതിനപ്പുറത്തേക്ക് എന്ത് ലഭിക്കുന്നു ഈ അംഗീകാരം കൊണ്ട് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണത്. കാരണം അതൊരു വലിയ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പലസ്തീനെ പിന്തുണയ്ക്കുന്നു ഈ രാജ്യങ്ങൾ എന്നുള്ളതെല്ലാം. അടിസ്ഥാനപരമായിട്ട് ഉള്ള വലിയ മാറ്റങ്ങളൊന്നും, അതായത് കാര്യമായിട്ടുണ്ടെങ്കിലും ഒരു മാറ്റം അവിടെ ഉണ്ടാകുമോ ഈ പിന്തുണയിൽ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഒരു പ്രതീകാത്മക മാറ്റത്തിന് ഇല്ലെങ്കിൽ പ്രതീകാത്മകതയ്ക്ക് വലിയ ശക്തി ഉണ്ട് എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഇല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നയതന്ത്ര സമീപനത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തുന്ന ഒരു തീരുമാനമാണ് ഈ രാജ്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് എന്നാണ് പൊതുവെ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. ഈ അന്തിമ അംഗീകാരം UN രക്ഷാ സമിതിയുടേത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ UN 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്, നമുക്കറിയാം. ആ സ്ഥിരാംഗങ്ങളാണ് ഇപ്പോൾ ചൈനയും റഷ്യയും നേരത്തെ തന്നെ ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്. പലസ്തീന രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. അംഗീകരിക്കാത്ത ഒരേ ഒരു രാജ്യം അത് US ആണ്. നിലപാട് ട്രംപ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. മറ്റൊന്ന് ഇതിൽ US-ന്റെ നിലപാടാണ്. ഈ നിലപാട് മാറ്റത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ നമുക്ക്, അതായത് US അല്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ നിലപാട് മാറ്റം എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഗസയിലെ യുദ്ധവും മാനുഷിക പ്രതിസന്ധിയും ഒക്കെയാണ്. കാരണം അവിടെ സാധാരണക്കാരുടെ കഷ്ടപ്പാട് ഏതാണ്ട് ഒരു 2 വർഷമായി തുടരുകയാണ്. അവിടെ കൂട്ടക്കുരുതി. അപ്പം അത് പുതിയ തലങ്ങളിലേക്ക് എത്തുന്നു. അപ്പം UK-യും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ ഏതാണ്ട് ഒരു 28 രാജ്യങ്ങളാണ് കഴിഞ്ഞ ജൂലൈയിൽ അത് പ്രസ്താവിച്ചിരുന്നത്. അവിടുത്തെ ഒരു മാനുഷികതയെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. ഈ മാനുഷിക പ്രതിസന്ധിയാണ് പുതിയ തീരുമാനത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത് ഗസയിലെ യുദ്ധമാണ്. മറ്റൊന്ന് അന്തർദേശീയമായ സമ്മർദ്ദം, ഇല്ലെങ്കിൽ രാഷ്ട്രീയമായും ഇല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുമൊക്കെയുള്ള ഗുണങ്ങൾ. ഇതൊക്കെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഉഭയകക്ഷി ബന്ധങ്ങളാണ്. ഉഭയകക്ഷി ബന്ധങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അത് മെച്ചപ്പെടുത്തേണ്ട ആവശ്യകത. മറ്റൊന്ന് നിക്ഷേപമാണ്. നിക്ഷേപം. മറ്റൊന്ന് നിയമപരമായിട്ടുള്ള ഗുണങ്ങൾ. പലതരത്തിലും അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നയപരമായും വിദേശ നിയമപരമായിട്ടുമൊക്കെ വലിയ ഗുണം ചെയ്യുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലിൽ നിന്നാണ് ഈ പിന്തുണ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആ പിന്തുണ അതൊരു രാഷ്ട്രീയമായിട്ട് അത് അത്രയും വലിയ ശരിയും അല്ലാതെ എന്ത് പലസ്തീന് നേടിക്കൊടുക്കാൻ സാധിക്കും എന്നതിൽ വലിയൊരു ചോദ്യചിഹ്നവുമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഈ ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക സമ്മേളനം ന്യൂയോർക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ വിഷയം തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്വതന്ത്ര പലസ്തീനായി 144 രാജ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ മുന്നോട്ട് വരുമ്പോഴും അതിനെ പൂർണ്ണമായി തള്ളുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസത്തെ നെതന്യാഹുവിന്റെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ സഭയുടെ വാർഷിക സമ്മേളനത്തിൽ അല്പസമയം മുമ്പ് ട്രംപ് സംസാരിച്ചിരുന്നു. ട്രംപിനെ തന്നെ ആദ്യമേ പുകഴ്ത്തുകയായിരുന്നു. ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതിന്റെ ആവശ്യകത. അതായത് ഒരു 7 മാസം കൊണ്ട് 7 രാജ്യങ്ങളിലെ യുദ്ധമാണ് നിർത്തിയത്. അപ്പം നൊബേലിന്, സമാധാനത്തിനുള്ള നൊബേലിന് ഞാൻ അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അത് തുടങ്ങിയത് തന്നെ. മാത്രവുമല്ല UN-ന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ട്രംപ് പറയുന്നു. UN-നെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. UN നിലനിൽക്കുമോ എന്നൊക്കെയാണ് ട്രംപ് അവിടെ പറയുന്നത്. മാത്രമല്ല ലോകത്തിന്റെ ഒരു സംരക്ഷണം അത് അമേരിക്കയെ ഏൽപ്പിക്കണം എന്ന് ട്രംപ് പറയുന്നുണ്ട്. എന്തുദ്ദേശിച്ചാണ് പറയുന്നത്? കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് വളരെ വളരെ ഓപ്പൺ ആയിട്ടുള്ള US-ന്റെ പിന്തുണ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്
എന്തിനാണ് UN കുറ്റപ്പെടുത്തിയിട്ട് അമേരിക്കയെ ഈ പറയുന്ന ലോകത്തിന്റെ സംരക്ഷണം മുഴുവൻ ഏൽപ്പിക്കണം എന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ട്രംപ് ആയതുകൊണ്ട് നമുക്കത് കേട്ടുവിടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, ഈ ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പൊതുസഭയിൽ ആവശ്യപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലേക്ക് കടന്നിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 29-ാം തീയതിയായിരിക്കും സഭയിലെത്തുക. നമ്മുടെയും നിലപാട് അവിടെ അറിയിക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭ ചർച്ച ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസ തന്നെയാണ്. അതുതന്നെയാണ് ലോകം കാത്തിരിക്കുന്നതും. മറ്റൊന്ന് കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എത്രത്തോളം മാറ്റങ്ങൾ ക്ലൈമറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ക്ലൈമറ്റ് ചേഞ്ചാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. മറ്റൊന്ന് നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ്. AI ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ അതിലുണ്ട്, എന്തൊക്കെ ഗുണങ്ങൾ അതിലുണ്ട് എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള വലിയ ചർച്ച അതിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന് യുക്രൈൻ, സുഡാനിലെയും യുക്രൈനിലെയും പ്രശ്നങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായി ഇന്ന് വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കാര്യം പറയുമ്പോൾ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഗസയുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടുകൾ ഇല്ലെങ്കിൽ പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ നെതന്യാഹു അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി ട്രംപ് ആദ്യം പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. അതായത് സർവനാശം, അത് മാത്രമാണ്, മറ്റൊന്നുമില്ല തന്റെ മുന്നിൽ എന്നൊക്കെ നെതന്യാഹു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഇസ്രായേലിന്റെ ഭരണകൂടം പലസ്തീന്റെ ഈ രാജ്യ പദവി ഒരു തരത്തിലും അംഗീകരിക്കില്ല, ഒരു കാലത്തും അംഗീകരിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ ഈ പലസ്തീൻ എന്ന രാഷ്ട്രം ഒരിക്കലും ഉണ്ടാകില്ല എന്ന നെതന്യാഹുവിന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്രയധികം രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നൊരു കാര്യമുണ്ട്. മാത്രവുമല്ല, ഇന്നിപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്ത്. എന്തിന് US വരെ ആളുകൾ എത്രത്തോളം പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഗസയിൽ ആക്രമണങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്നു, അവിടെ തെരുവിലിറങ്ങുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗത്തുകൂടി ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഇപ്പം നെതന്യാഹുവിന്റെ ഭാഗത്ത് ഇല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ ഹമാസിനുള്ളൊരു പ്രതിഫലനമാണ് അവരുടെ നിലപാട് എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ ഹമാസ് അല്ലാതെ ഇവിടെ ആക്രമിക്കപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ്, കൂട്ടക്കുരുതി നടത്തുന്നത് സാധാരണ മനുഷ്യരെയാണ്, വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളത് ലോകരാജ്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടും നെതന്യാഹുവിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഗസയുടെ പലയിടങ്ങളും ഇപ്പോഴും ഹമാസിന്റെ നിയന്ത്രണത്തിലാക്കി കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. നമുക്ക് അവസാനം ലഭിക്കുന്ന ഇന്നിപ്പോൾ പോലും 50ഓളം ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.